മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ ഇടഞ്ഞു നിന്ന ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പാളുകയാണ് ചെയ്തത്. ആഭ്യന്തരമല്ലാതെ മറ്റൊരു വകുപ്പ് വേണ്ട എന്ന ഉറച്ച നിലപാടിൽ അങ്ങനെ നിന്നു. സതീശൻ നേരിട്ടെത്തി കണ്ടിട്ടും വിട്ടുവീഴ്ചയില്ല. ഒടുവിൽ വി ഡി സതീശൻ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായി RC തന്നെ എന്നുള്ള സൂചനകൾ ഉറപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരം കൈയാളിയതിന്റെ അനുഭവ പരിചയവും ചെന്നിത്തലയ്ക്ക് ഗുണമായിട്ടുണ്ട്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാകാൻ ചെന്നിത്തല അർഹനല്ലേ എന്ന് നമുക്ക് ജനങ്ങളോട് ചോദിക്കാം. ജനങ്ങൾ എന്താണ് ഇതിന് ഉത്തരം പറയുന്നത് എന്ന് കേൾക്കാം. കോൺഗ്രസിൽ മന്ത്രിസഭ ചർച്ച സജീവമാവുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്നുള്ളതാണ് നിലപാട്. രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരം ഏൽപ്പിച്ചാൽ നന്നാകുമോ? ജനങ്ങളോട് തന്നെ ചോദിക്കാം. വലിയ കുഴപ്പമുണ്ടാവില്ല. ആഭ്യന്തരത്തെ കാരണം പ്രധാന മുഖ്യമന്ത്രിയായിട്ട് സതീശൻ ചേട്ടൻ വേണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചായി. ഇനി രമേശ് നമുക്ക് അടുത്ത സീറ്റ് ഇത് കൊടുക്കണല്ലേ. സൂപ്പറായിരിക്കും. രമേശാണെങ്കിൽ സൂപ്പറായിരിക്കും. മറ്റുള്ള ഇപ്പോഴത്തെ UDF-ലെ MLA-മാരിൽ ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രി കൈകാര്യം ചെയ്യാൻ പുള്ളിയാണ് നല്ലത്. അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മേഖലയാണത്. പിന്നെ അത് ഒരു ഉയർന്ന ഒരു നേതാവെന്നുള്ളതിൽ പുള്ളിക്ക് കൊടുക്കാം. ചെന്നിത്തല എൻ്റെ അഭിപ്രായത്തിൽ ഒരർഹനുമല്ല. പുള്ളിക്കാരൻ രാഷ്ട്രീയ പ്രതിയോഗികളെ ഈ ആഭ്യന്തരം കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി വിട്ടും. പുള്ളി കള്ളക്കേസൊക്കെ അടുപ്പിച്ച് അവരെ ശരിയോന്ന് എൻ്റെ അഭിപ്രായം. അതിന് മുൻകാലത്ത് ഒരു 5 കൊല്ലത്തിന് പിന്നെ പുള്ളിക്കാരൻ ഇരുന്നാലേ അതിനെ പുള്ളിയല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത്? ആഭ്യന്തരം കൊടുത്താൽ കുഴപ്പമില്ല. പുള്ളിക്ക് സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ പുള്ളി രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. നമുക്കൊരു വിളിക്കുവായിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഇത് ഉടനെ തരും അങ്ങനെയൊന്നും പഞ്ചായത്തിനും പറയില്ല, ആരും പറയും. പിന്നെ ഇവർ ആരും മന്ത്രി നമുക്കൊന്നും കിട്ടാനില്ല. ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയാൽ കൊള്ളാം. പക്ഷേ അതല്ലല്ലോ ഇപ്പോൾ വന്നേക്കുന്നത്. VD സതീശൻ മുഖ്യമന്ത്രിയായി വന്നിടത്തോളം കാലം ജനങ്ങൾ ഇത് ഏത് രീതിയിൽ പോകുന്നതിന് കാണാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഭരണം നേരെ പോകും തന്നെ സംശയമാണ്. കഴിഞ്ഞ UDF-ന്റെ അവസാന ഗവൺമെന്റിൽ പുള്ളി ആഭ്യന്തരമന്ത്രി ആയിരുന്നല്ലോ. പുള്ളിക്ക് കൊടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾ തന്നെ ആഭ്യന്തരമന്ത്രി ആകുന്നതായിരിക്കും എപ്പോഴും ഭരണത്തിൽ ഏറ്റവും നല്ലത്. എപ്പോഴും എന്താ സംശയിക്കുന്നത്? പുള്ളി ഇതിന് മുൻപ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടില്ലേ? പോലീസ് തന്നെ പുള്ളി ഇരുന്നപ്പോൾ തന്നെ എന്തോരം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇവിടെ ജനമൈത്രി സംവിധാനം അന്ന് പിടിച്ചു പറയോ കൊള്ളയോ കൊലപാതകമോ തമ്മിലടിയോ യാതൊന്നുമില്ല. VD സതീശൻ മുഖ്യമന്ത്രിക്ക് പരമയോഗി തന്നെയാണ്. ചെന്നിത്തല എന്തുകൊണ്ടും അർഹനായിട്ടുള്ള ആളല്ലേ. പാർട്ടിയിൽ ഒത്തിരി സീനിയർ ആയിട്ടുള്ള ഒരാളല്ലേ. 100% ഞാൻ അതിനോട് അംഗീകരിക്കുന്നുണ്ട്. ആഭ്യന്തരം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ ചെന്നിത്തല തന്നെ ആള്. ചെന്നിത്തല ആഭ്യന്തര ആയത് നല്ല അടിപൊളിയായി എന്നാണ് തോന്നുന്നത്. ഒരിക്കലല്ല. ആഭ്യന്തരമില്ലാത്തൊരു മുഖ്യമന്ത്രി ഇന്നേ വരെ കേരളത്തിൽ വിജയിച്ചില്ല എന്നുള്ളതാണ് നേരത്തെ മുൻകഴിഞ്ഞ VS അച്യുതാനന്ദൻ, അതിന് മുമ്പേ AK ആൻ്റണി, അങ്ങനെ ഒത്തിരി കാര്യങ്ങളില്ലേ അവരൊക്കെ ഭരണത്തിൽ നിന്ന് വീണ് പോയതാണ്. മന്ത്രിസഭയിൽ നിന്ന് വീണ് പോയിട്ട് പിന്നീട് അവർ രാജിവെച്ച് അടുത്തൊരു ഭരണം വന്ന സാഹചര്യങ്ങളാണ് നമുക്ക് മുമ്പ് കാലങ്ങളിൽ നമുക്ക് ഇവിടെ ഉണ്ടായത്. അറിയിച്ചംഗീകാരം തന്നെ. പാർട്ടിയാണ് വലുത്, അല്ലാതെ സ്ഥാനമല്ല വലുത്. അതിനോട് നമുക്ക് യാതൊരു താല്പര്യമില്ല. രമേശ് ചെന്നിത്തലയ്ക്കല്ല കൊടുക്കേണ്ടത്. മുഖ്യമന്ത്രി ആരാണോ അവരായിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യേണ്ടത്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കൊടുക്കാനുള്ള തീരുമാനത്തോട് സമ്മിശ്ര പ്രതികരണമാണ് കോഴിക്കോട് നിന്നും വരുന്നത്. മുഖ്യമന്ത്രി തന്നെ വകുപ്പ് കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. മറ്റൊരു വിഭാഗം ചെന്നിത്തലയ്ക്ക് കൊടുത്തത് അർഹിച്ച അംഗീകാരമാണെന്നും പറയുന്നു. എന്തായാലും ഈ ഭരണമാറ്റത്തിലെ ഈ തീരുമാനങ്ങൾ എങ്ങനെ വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. കോഴിക്കോട് നിന്നും അതേന്ദർ ജിത്തുവിനൊപ്പം M മുബാറക്, ന്യൂസ് മലയാളം.